സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ പാടെ കൂടി ഞങ്ങളൊരു നോമ്പ് തുറക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നും ഞങ്ങൾ 3 പേരാണ് എല്ലാ പരിപാടിക്കും പോകാറ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ നമ്മുടെ സിറ്റിയിൽ കുറച്ച് ദൂരേക്ക് പോവാണ്ട്. അവിടെയാണ് അപ്പോൾ നമ്മുടെ സ്ഥലമുള്ളത് ഗൈസ്. അങ്ങനെ ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന്മാരും ഇനി കുറച്ച് ഫുഡും അതേപോലെ തന്നെ ജ്യൂസ് ഐറ്റംസും അങ്ങനെ കുറേ സാധനങ്ങൾ അവന്മാരും കൊണ്ടുവരുന്നുണ്ട്. ഇത് അവൻ്റെ വണ്ടിയല്ലേ? ഇത് അവൻ്റെ വണ്ടിയാണ്. ഓക്കെ, അവൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് വേറൊരാളെ ആദ്യം പിക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് അവനെ പിക്ക് ചെയ്യാൻ പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് ഒരുത്തനെ പിക്ക് ചെയ്യാണ്ട് ഇതേ നിൽക്കുന്നവൻ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം. പക്ഷേ ഞങ്ങൾ ബീച്ചിൻ്റെ അടുക്ക് പോയപ്പോൾ അവിടെ ഫുള്ള് തിരക്കാണ്. ഇനി അവിടെ പോയാൽ ഇനി പണി കിട്ടേണ്ട വിചാരിച്ചു ഞങ്ങൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിട്ട് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിനകത്ത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചത്. ഇവിടെ കേക്ക് ഉണ്ട്, അതേപോലെ തന്നെ സമൂസ ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഡോണറ്റ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന 3 കുപ്പിയിലാണ് നമ്മുടെ ജ്യൂസ് ഉള്ളത്. സോ ടൈം ആവാറായി. ബാങ്ക് വിളിക്കുന്നത് കേക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇവിടേക്ക് അങ്ങനെ കേൾക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവനോട് കുറച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറയേണ്ടി വരും. എടാ, നീ ഒന്ന് പോയി നോക്കിയൊക്കെ കേൾക്കുന്നുണ്ടോന്ന്. ഗൈസ്, അവൻ പോയിട്ടുണ്ട്. ഇനി എന്തായാലും കേട്ടാൽ അവൻ ഇങ്ങോട്ട് വന്നോളൂ. ഷെടാ, ടൈം ആയല്ലോ, എന്നിട്ട് എന്താ ബാങ്ക് വിളിക്കുന്നതൊന്നും കേൾക്കാനില്ലല്ലോ. അതെന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ബാങ്കിന്റെ സൗണ്ട് അല്ലേ? എന്താ അത്? ഗൈസ്, അവൻ മണ്ടി വരുന്നുണ്ട്, ബാങ്ക് വിളിച്ചെന്ന് തോന്നുന്നു. അയ്യോ, അതെന്താണ് ഗൈസ്? എന്താ അയ്യോ ഗൈസ്, എന്തോ നല്ല ചുഴലിക്കാറ്റിനെ പോലത്തെ എന്തോ സൗണ്ട് കേട്ട് അവനെയും കാണുന്നില്ല. അവൻ മുകളിലേക്ക് പോകുന്നത് കണ്ട്. എടാ, അതെന്തൊരു സൗണ്ട്? അതെന്തോ ഗൈസ്, ഒരു സൗണ്ട് നല്ല കേൾക്കുന്നുണ്ട്. എന്തോ വരുന്നൊരു സൗണ്ട്. ആകാശത്തിൽ നിന്ന് എന്തോ വരുന്നുണ്ട്. എന്തോ ഒരു സാധനമാണ്. എന്താ അത്? കാക്ക എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഏതാണ്ട് അവൻ ഗൈസ്, ഇവനായിരുന്നത്. ഇതെന്തടാ ഗൈസ്? ഇവിടെ എന്തോ സീരിയസ് ആയിട്ട് എന്തോ സാധനം കണ്ടിട്ടാണ് ഇവൻ നിൽക്കുന്നത്. ഇതെന്താ? ഇതിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ല. ഇതെന്തൊരു പൂവിന്റെ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. മണ്ട, ഇത് പൂവെന്നല്ല, ഇതാ ചുഴലിക്കാറ്റുണ്ടാവാൻ കാരണമായ എന്തൊരു സാധനമൊക്കെ ആയിരിക്കും, അല്ലാതെ പൂവല്ല. ഇതെന്ത്? ഇതിനു മുന്നേ നീ ഇത് കണ്ടിക്കണോ അത് പൂവാന്ന് പറയാൻ? ഗൈസ്, എന്തായാലും നമുക്കിത് നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം. ഇതെന്തായാലും ഇതിന് മുന്നേ ഈ ഒരു സിറ്റിയിലൊന്നും കണ്ടിട്ടില്ല. ഗൈസ്, എൻ്റെ കാറിലൊരു കോടാലുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് പൊളിച്ച് നോക്കാം. എങ്ങാനും അത് പൊളിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പീസെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഇത് പൊന്തുന്നില്ല കേട്ടോ, നല്ല വെയിറ്റുള്ള സാധനമാണ്. ഈ കോടാൽ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് രാത്രി ക്യാമ്പ് ഫയർ ചിക്കൻ ചുട്ട് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോടാലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിറക് എവിടുന്നേലൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് പൊളിച്ചിട്ടൊന്നും പൊളിയുന്നില്ല ഗൈസ്. ഗൈസ്, എൻ്റെ കോടാലി മിക്കവാറും പൊളിയെന്നാണ് തോന്നുന്നത്. ഗൈസ്, ഞാനിവിടെ വെറുതെ ഇതൊന്നും പൊളിച്ചിട്ട് കാര്യമില്ല. നമുക്കിത് സയൻറ്റിസ്റ്റിനെ കൂട്ടി ഇങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത് കേട്ടോ. ഇത് വല്ലാതെ പ്രാന്താവും. നമുക്കിതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തായാലും സയൻറ്റിസ്റ്റിനെ കാണിക്കണമല്ലോ. ഇനിയിപ്പോൾ അയാൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഗൈസ്, ഞാൻ അങ്ങനെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫോട്ടോ ഒന്ന് കാണിച്ച് നോക്കട്ടെ ആദ്യം. ഇയാൾ എന്താ പറയുന്നതെന്നൊന്നും അറിയാലോ. സയൻറ്റിസ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ. ഇതെന്ത് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എടാ മോനെ, ഇത് 1998 എങ്ങാണ്ട് കണ്ടൊരു സാധനമാണ്. ഇത് ഇപ്പൊ ഇവിടെ വരാൻ എന്താ കാരണം ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും അത് അറിയാനുള്ള മിഷീനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നീ ആദ്യം പോയിട്ട് അത് പോയി ഇങ്ങോട്ട് കൊണ്ടിട്ടത്. ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ മിഷീൻ. അപ്പൊ ഇതിലിട്ട് നോക്കിയാൽ നമുക്കറിയാം അതെന്താ സംഭവം എന്ന്. ഫസ്റ്റ് നീ ആ കല്ല് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പവറുള്ള എന്തെങ്കിലും പവർ ലെവൽ കാണിക്കാൻ വേണ്ടി ഒരു ബാറ്ററിയോ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും. സാധാ ബാറ്ററി പറ്റില്ല, അത്യാവശ്യം നിന്നെക്കാട്ടിൽ കുറച്ച് ഹൈറ്റ് വേണം. ഓക്കെ, ഞാൻ ആ സാധനം കൊണ്ട് ബാറ്ററി നിങ്ങൾ ഒപ്പിക്കേണ്ടി വരും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. അപ്പോൾ അയാൾ ബാറ്ററി ഒപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങാനും അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ പോണ്ടി വരും. വല്ലാത്ത കഷ്ടമായി പോയി. നമുക്ക് എന്തായാലും ഇനി ആ സാധനം ഒന്ന് ഡിക്കി വലിച്ചു. എൻ്റെ പൊന്നു ഗൈസ്, ഇതിന് വലുപ്പമൊക്കെ നേരത്തെ എൻ്റെ കൈയിൻ്റെ അത്രയുള്ളൂ ഉണ്ടായിരുന്നു. എന്നും കൂടി ഇത് അത്രയും കാണുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിയാൽ എന്തെൻ്റെ കാറിനെക്കാട്ടും ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതെന്ത് സംഭവം ഗൈസ്? ഞാൻ സ്റ്റിക്കി ബോംബൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. അങ്ങനെ പൊട്ടിയാലോ? ഷെടാ ഗൈസ്, ഇതെൻ്റെ സ്റ്റിക്കി ബോംബ് ഫുള്ള് പോയാലോ? ഇതെന്താ ഇത് പൊട്ടുന്നില്ല ഗൈസ്? ഇത് ഫുള്ള് വേസ്റ്റ് ആയോ? അയ്യോ ഗൈസ്, നല്ല മഴക്കാറുണ്ട്. ഇനി എന്തുണ്ടാവുമെന്നൊന്നും അറിയില്ല. ഓ ഗൈസ്, അവിടുന്ന് എന്തോ ഒന്ന് വരുന്നുണ്ട്. ഷെടാ, ഇതെന്തരാ? എൻ്റെ പൊന്നു ഗൈസ്, താണ്ടെ നേരത്തെ കണ്ട ചുഴലിക്കാറ്റ് ഇതിൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ സീനൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകുന്ന നല്ലതില്ല. ഇപ്പം ഞാൻ ഈ ചുഴലിക്കാറ്റിനിടയിൽ പെട്ടുപോകും.
ഗൈസ് ചുഴലിക്കാറ്റ് അങ്ങ് ദൂരെ കാണുന്നുണ്ട്. അത് ഇനി ഇങ്ങോട്ടെങ്ങാനും വരുമല്ലേന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും സയൻറ്റിസ്റ്റോട് ഈ കാര്യം പോയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങാനും ഇനി വല്ല വഴി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങോട്ട് ചെയ്ത് നോക്കാം. അത് വേറൊരു വഴി എൻ്റെ കയ്യിലില്ല ഗൈസ്, ആകെപ്പെട്ടിരിക്കുകയാണ്. ഇത് സിറ്റി മൊത്തം പ്രശ്നമാക്കുമെന്നൊന്നും അറിയില്ല. അതേ നമുക്ക് സയൻറ്റിസ്റ്റ് ബാറ്ററി കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ സയൻറ്റിസ്റ്റ് ഈ ബാറ്ററി ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്ത് സംഭവം? എന്താ ഇത്? ലൈറ്റാണോ ബാറ്ററി ആണോ? ഗൈസ് ഇത് ബാറ്ററി ആണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ എവിടെ പോയി തപ്പാനാടെ? സോ ഗൈസ് നമ്മളെ സയൻറ്റിസ്റ്റ് എവിടെയാണ് സ്ഥലം ഉള്ളതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ സെയിം ബാറ്ററി തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സയൻറ്റിസ്റ്റ് പറഞ്ഞ വഴി ഒന്ന് പോയി നോക്കാം. അതെ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റിലേക്ക് പോകാണ്ട് നമ്മുടെ ഹിൽ ടോപ്പിലാണ് നമ്മുടെ ഇത് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ആദ്യം പോകണം. അയ്യോ വീട്ടിൽ വന്നിട്ട് എന്താ കാര്യം? നമുക്ക് ഇവിടുന്നല്ലേ പോകണ്ട്. ഗൈസ് ഇതാണ് സംഭവം ബാറ്ററി. ഇതിനി എങ്ങനെ ഇതിൽ ചാർജ് ഉണ്ടോ ഇപ്പോൾ ഇങ്ങനെ അറിയാം. ഇതെന്ത് ഈ പുറത്തൊക്കെ വെച്ച് മഴയൊക്കെ കൊള്ളും. എന്നാലും ഇതിൽ ബാറ്ററി പവർ ഉണ്ടോയെന്നൊന്നും അറിയില്ല ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഈ മഴയത്ത് ഇനി കാറിലാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടി തന്നിട്ടുണ്ട്. സോ ഗൈസ് ഈ ഒരു കാറിൻ്റെ കറക്റ്റ് നെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ആ കമൻറ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആരാണ് ആളുടെ പേരായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ അതേ ഞാൻ ബാറ്ററി അങ്ങനെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സംഭവം എന്താണെന്ന് ഗൈസ് സയൻറ്റിസ്റ്റ് ആൾ നമ്മൾ പറ്റിച്ചു. വരുന്ന വഴിക്ക് തന്നെയാണ് ഈ ബാറ്ററി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇതിൻ്റെ ഈ സെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഇത് നമ്മളോട് പറഞ്ഞിട്ടില്ല. വരുമ്പോൾ നമ്മളെ തൊട്ടടുത്താണ്, നമ്മൾ ആ ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബാറ്ററി എടുത്തത്. അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെയാണ് അതിൻ്റെ മെഷീൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ചുഴലിക്കാറ്റ് വന്ന് തുടങ്ങി. ഇനി എങ്ങാനും പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്തായാലും ഈ സിറ്റി ഇവിടുന്ന് പോകുന്ന ഉറപ്പാണ്. കാരണം ഈ കാറ്റിന് ഇതെങ്ങാനും കേട് വന്നാലും സീനാണ് ഗൈസ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുള്ള് ചുഴലിക്കാറ്റായിട്ട് ഇവിടെ ആകെ നിൽക്കാൻ കഴിയുന്നില്ല. ഓ ഗൈസ് പണി തുടങ്ങി. എൻ്റെ അളിയെ ഗൈസ് എനിക്ക് വയ്യ, ഞാൻ താഴത്തേക്ക് ചാടട്ടെ. എൻ്റെ പൊന്നോ ഗൈസ് ഞാൻ താഴത്ത് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ സിറ്റി മൊത്തം പോകും. കാരണം ആ മിഷീന് ഫുള്ള് തല കീഴായിട്ടാണ് കാണിച്ചു തരുന്നത്. അയ്യോ ഗൈസ് ആകെപ്പെട്ടത് ആകെപ്പാടെ ബിൽഡിംഗ് എല്ലാം പൊളി തുടങ്ങി. പോലീസ് സ്റ്റേഷൻ അടക്കം എൻ്റെ വീടിൻ്റെ നേരേക്ക് കറങ്ങി വരുന്നത് എൻ്റെ കൂട്ടുകാരൻ ഗൈസ് ആകെപ്പെട്ടത്. എൻ്റെ കാറ് എൻ്റെ വീട് എല്ലാം പോയി. എൻ്റെ അളിയ ഇനി പഴയ പോലെ എനിക്ക് എൻ്റെ ഈ സിറ്റി കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഗൈസ്. എല്ലാം പോയി.